വിചാരിച്ചില്ല ബിസിനസ്സിലേക്ക് ഇറങ്ങുമെന്ന് ഒരു തോട്ട് പോലും ഉണ്ടായിരുന്നില്ല ഒരു ബിസിനസ് ആവും എന്നുള്ളത്. ബട്ട് സാഹചര്യമാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത സാലറി മെയിനായിട്ട് അതാണ്. നമ്മൾ സാധാരണ ഒരു 9 to 5 ജോബ് പോകുമ്പോൾ നമുക്കൊരു സാലറി കുറവാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ ചിന്തിച്ചത് എന്തെങ്കിലും ചെയ്യണം, ഇനിയെങ്കിലും എനിക്കൊന്ന് ജീവിച്ചു തുടങ്ങണം എന്നുള്ളത്. ലൈഫിൽ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ജീവിക്കണം എന്നൊരു തോന്നലുണ്ടായത്. ഇമ്പോർട്ടൻ്റ് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് സേവിങ്സ്. കാരണം നമുക്ക് എപ്പോഴാണ് ഒരു ഹെൽത്തിന് ഇഷ്യൂ വരിക എന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഉണ്ടാവുള്ളൂ ഹെൽപ്പ് ചെയ്യാൻ. നമ്മളെല്ലാവരും എല്ലാ കാലവും റിച്ച് ആയി തന്നെ ഇരിക്കണം എന്നില്ല. നമുക്ക് ഒരു ഡൗൺ വന്നു കഴിഞ്ഞാൽ സപ്പോർട്ടിന് ഇത്ര ഉണ്ടാവണം എന്നുള്ളൊരിതിൽ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് എനിക്ക് ഒരു എമൗണ്ട് എന്നുള്ള രീതിയിൽ. പെട്ടെന്ന് ആരെങ്കിലും അറിയാണ്ടൊന്ന് എൻ്റെ ഷൂല് ചവിട്ടിയാൽ ഞാൻ ഭയങ്കര അഗ്രസീവ് ആവും. ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് തരുന്നത് എൻ്റെ ബിസിനസ് പാർട്ട്ണറാണ്. കാരണം യു ക്യാൻ ഡു ബെറ്റർ ദാൻ ദിസ് എന്നുള്ളത് ഓരോ ദിവസവും പറയുന്നുണ്ട്. എനിക്ക് ഇന്നലത്തെക്കാട്ടിലും ബെറ്റർ ആയിട്ട് ഇന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. ഒരാളെ വെച്ചും കമ്പയർ ചെയ്യാൻ പുള്ളി പറയത്തില്ല. സ്ത്രീകൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, ഇങ്ങനെ ചെയ്യാവുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് നല്ലതെന്ന് തോന്നുന്നു എന്താണോ നമ്മളത് ചെയ്യുക, നമുക്ക് ശരി എന്താണോ തോന്നുന്നു അത് നമുക്ക് ചെയ്യാന്നുള്ള. പുള്ളി എന്നെ 1 year മുന്നേ കാണുമ്പോൾ ഞാനിങ്ങനെ ആയിട്ടില്ല, ഭയങ്കര ആക്റ്റീവായിട്ട് ഓടിച്ചേടി നടക്കുന്ന ഒരാളാണ്. പക്ഷെ പെട്ടെന്ന് പുള്ളി എന്നെ ഡിപ്രസ്ഡ് ആയിട്ട് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു വാട്ട് ഹാപ്പൻഡ് എന്നുള്ളത്. ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ഷാഹന. വെൽക്കം ടു വെൽത്തി സ്പോട്ട്ലൈറ്റ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് ഷൂ എന്നത്. മഴയത്തൊക്കെ ഷൂ പുറത്തിട്ടുണ്ട് പോയാൽ പെട്ടെന്ന് ചെളിയാവും, നമുക്കത് എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഷൂ ലോണ്ട്രി എന്ന് നമ്മൾ ഇപ്പോൾ ഈ ഇടയുടെ നമ്മൾ സ്ഥിരം കേൾക്കുന്നത് ഷൂ ലോണ്ട്രി അതിൻ്റെ ഓണറാണ് ഹിത ദ ഷൂ ഷൈനി എന്ന കമ്പനിയുടെ ഓണറായ കൃഷ്ണയാണ് നമ്മുടെ കൂടെ ഉള്ളത്. കൃഷ്ണ, വെൽക്കം ടു ഷോ. ഹായ്. ഭയങ്കര ചിരിച്ച് സുന്ദരിയൊക്കെ ആയിട്ടിരിക്കുകയാണല്ലോ. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഓക്കെ, നമ്മുടെ ആവേശത്തിനെ ചോദിക്കുന്നില്ലേ, ഹാപ്പി അല്ലേ? ഹാപ്പി. എന്നാ പറയാ, ആക്ച്വലി കൃഷ്ണനെ എന്താ വിളിക്കുന്നത് എല്ലാവരും? കൃഷ്ണ എന്നാണോ ഹിത എന്നാണോ? ഹിത എന്നാണ് ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് അല്ലേ? എല്ലാവർക്കും കൺഫ്യൂഷനാണ്. ആദ്യമേ ഈ പറയുന്ന കൺഫ്യൂഷൻ എനിക്കും ഉണ്ടായിരുന്നു. എൻ്റെ ആദ്യമേ ഞാൻ വിളിച്ചപ്പോഴും ഞാൻ ചോദിച്ച ഹിത എന്നല്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ ഒറിജിനൽ പേര് കൃഷ്ണ. ഹിത ലോണ്ട്രി അല്ലേ, ഷൂ ലോണ്ട്രി. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് സത്യം പറഞ്ഞു. എങ്ങനെ ഇതിലേക്ക് എത്തിയത്? ഹിത എന്നുള്ള പേര് എൻ്റെ പാർട്ട്ണർ ഇട്ടതാണ്. എനിക്കൊരു പാർട്ട്ണർ ഉണ്ട്. നമ്മൾ എന്താ പറയുക, ഒരു മീനിങ് ഉണ്ടോ? ഉണ്ട്. ഫുഡ് വെയർ എന്നാ മീനിങ്. ആക്ച്വലി ഹിത അറബിക്കിൽ ഫുഡ് വെയർ എന്നാ. നൈസ്. പിന്നെ ഹിത എന്ന് കുട്ടികൾക്ക് പേരിടുന്നവരുണ്ട്. അത് ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന ഒരു ബ്ലെസ്സിങ് ആണ് സത്യം പറഞ്ഞാൽ. നമ്മുടെ പേര് നമ്മുടെ ഷൂ ലോണ്ട്രി ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പം പഠിച്ചതൊക്കെ ഇന്റീരിയർ ഡിസൈനിങ് അല്ലേ? അതെ, ഇന്റീരിയർ ഡിസൈനിങ്. ഇതിൽ നിന്ന് ഒരു ബന്ധമില്ലാതെ ബിസിനസ്സിലേക്ക് വന്നു. നേരത്തെ ബിസിനസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് വന്നത്. എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്തോ ബിസിനസ്സിലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ബട്ട് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. പഠിച്ച് നേരെ വർക്ക് ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഈ ഷൂ ലോണ്ട്രി എന്ന് പറയുന്നൊരു ബിസിനസ്സിലേക്ക് വരുന്നു. എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് വന്ന വഴികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ടഫസ്റ്റ് ആയിട്ടുള്ള വഴിയായിരുന്നു. എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ വിചാരിച്ചില്ല ബിസിനസ്സിലേക്ക് ഇറങ്ങുമെന്ന് ഒരു തോട്ട് പോലും ഉണ്ടായിരുന്നില്ല ഒരു ബിസിനസ് ആവും എന്നുള്ളത്. ബട്ട് എന്താ പറയുക, സാഹചര്യമാണ്. നമ്മൾ എന്താ പറയുക, നമ്മൾ എക്സ്പെക്ട് ചെയ്ത സാലറി മെയിനായിട്ട് അതാണ്. നമ്മൾ സാധാരണ ഒരു 9 to 5 ജോബ് പോകുമ്പോൾ നമുക്കൊരു സാലറി കുറവാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ ചിന്തിച്ചത് എന്തെങ്കിലും ചെയ്യണം, അറ്റ്ലീസ്റ്റ് ഇനിയെങ്കിലും എനിക്കൊന്ന് ജീവിച്ചു തുടങ്ങണം എന്നുള്ളത്. ലൈഫിൽ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ജീവിക്കണം എന്നൊരു തോന്നലുണ്ടായത്. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു, നല്ല രീതിയിൽ ഡിപ്രസ്ഡ് ആയിരുന്ന ഒരു ദിവസം ഞാൻ ഈശോയിൽ പോയി, കോയമ്പത്തൂർ. ഞാൻ സോളോ ആയിട്ട് തന്നെ പോയി തിരിച്ചു വരുമ്പോഴാണ് ഞാൻ എൻ്റെ പാർട്ട്ണറിനെ കണ്ടുമുട്ടുന്നത്. പുള്ളി എന്ത് പറഞ്ഞ നമ്മൾ ജസ്റ്റ് ഒരു കോഫി മീറ്റ് എന്നുള്ള രീതിയിൽ ബിസിനസ് പാർട്ട്ണറിനെ പുള്ളി നമ്മളങ്ങനെ സംസാരിച്ചു. എൻ്റെ എന്താ പറയുക, എൻ്റെ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചു. ഞാൻ എന്താ പറയുക, പുള്ളി എന്നെ 1 year മുന്നേ കാണുമ്പോൾ ഞാനിങ്ങനെ ആയിട്ടില്ല, ഭയങ്കര ആക്റ്റീവായിട്ട് ഓടിച്ചേടി നടക്കുന്ന ഒരാളാണ്. പക്ഷെ പെട്ടെന്ന് പുള്ളി എന്നെ ഡിപ്രസ്ഡ് ആയിട്ട് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു വാട്ട് ഹാപ്പൻഡ് എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു തനിക്ക് കുറച്ചുകൂടെ സ്റ്റേബിൾ ആവണമെങ്കിൽ തനിക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്തുകൂടെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ബിസിനസ്സൊന്നും നമുക്ക് പോസിബിൾ അല്ല. കാരണം എന്താ പറയുക, അതിനൊരു വലിയ എമൗണ്ട് വേണം, അല്ലെങ്കിൽ എനിക്കിപ്പോൾ അങ്ങനത്തെ ഐഡിയ, അതെ എനിക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു ഐഡിയ ഒന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും വരുന്നില്ല, ഞാൻ ഫുള്ളി ഡൗൺ ആണ്. അപ്പോൾ പറഞ്ഞു തനിക്ക് ചെയ്യാൻ പറ്റും,
എന്താ പറയുക, കാരണം പുള്ളി അവിടെ ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന ഒരു ഷോപ്പിൽ വെച്ചിട്ടാണ് പുള്ളീനെ കാണുന്നത്. ഒരു ക്യാമറ ഷോപ്പാണ്, പുള്ളി ക്യാമറ എടുക്കാൻ വന്നപ്പോഴാണ് എന്നെ പരിചയപ്പെടുന്നത്. അത്ര ആക്റ്റീവായിട്ടൊരു പേഴ്സണെ പുള്ളി പെട്ടെന്ന് പരിചയപ്പെടുമായിരുന്നു. അപ്പോൾ പുള്ളിക്കറിയാം ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക പോസിറ്റീവ് എൻ്റെ സൈഡിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടിട്ടാണ് പുള്ളി പറഞ്ഞത് ചെറുത് എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ. ഒരു ഷൂ ലോണ്ട്രി അതാണ് സംഭവം, കോൺസെപ്റ്റ്. പുള്ളി എന്നിട്ട് പറഞ്ഞു ഷൂ ലോണ്ട്രി. അതെ, ഈ കോൺസെപ്റ്റ് എങ്ങനെയാ കിട്ടിയത്? സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ ഐഡിയ കിട്ടിയതാണോ ഷൂ ലോണ്ട്രി തുടങ്ങാന്ന്? അതെ ഷൂ എനിക്ക് എന്താ പറയുക ഒരു കുറച്ച് ഷൂസൊക്കെ ഉണ്ട്. അപ്പം എനിക്കെപ്പോഴും ഞാൻ കുറച്ചുകൂടെ ഷൂസ് ഭയങ്കര നീറ്റായിട്ട് വെക്കുന്ന ഒരാളാണ്. അപ്പം കുറച്ച് OCD കൂടെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും നീറ്റായിട്ട് വെക്കുന്ന കൊണ്ടിട്ട് തന്നെ എന്താ പറയുക പെട്ടെന്ന് ആരെങ്കിലും അറിയാണ്ടൊന്ന് എൻ്റെ ഷൂവിൽ ചവിട്ടിയാൽ ഞാൻ ഭയങ്കര എന്താ പറയുക അഗ്രസീവ് ആവും. ഞാൻ പൊതുവെ സൈലന്റ് ആണെങ്കിൽ പോലും ഇതാണ് എൻ്റെ അതെ. അപ്പോൾ അതുള്ളതുകൊണ്ടിട്ട് ഞാൻ പറയും എനിക്കെപ്പോഴും നീറ്റാക്കി വെക്കണം. അങ്ങനെ ഞാൻ അന്വേഷിച്ചു ഷൂ ക്ലീനിങ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ. അന്വേഷിച്ചപ്പോൾ എവിടെ ഇല്ല. എന്താ പറയുക ലോണ്ട്രി നോർമൽ ലോണ്ട്രി ചെയ്യുന്നവർ ചെയ്യുന്നുണ്ട്, ബട്ട് അത് ഭയങ്കര എക്സ്പെൻസീവാണ്. നമുക്കപ്പം അത്ര എക്സ്പെൻസീവ് എപ്പോഴും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ എന്താ പറയുക ഇതൊരു നല്ല ബിസിനസ് ഐഡിയ ആണ് എന്നൊരു തോട്ട് ഉണ്ടായിരുന്നു. ബട്ട് എന്താ പറയുക എപ്പോഴെങ്കിലും നമുക്കിത് എന്താ പറയുക ആപ്ലിക്കബിൾ ആക്കണം എന്നൊരു തോട്ടുണ്ടായിരുന്നു. അങ്ങനെ പുള്ളി പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു ബിസിനസ്സിനെ കുറിച്ചും ചിന്തിച്ചില്ല. എനിക്ക് കുറച്ച് വേറെ ബിസിനസ് ഐഡിയാസൊക്കെ ഉണ്ട്, പക്ഷെ എന്നാൽ പോലും ഞാൻ ക്വാളിറ്റിയുള്ള മനുഷ്യരുടെ അടുത്ത് മാത്രമേ സംസാരിക്കുള്ളൂ. കാരണം ചുമ്മാ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട്സായിട്ട് മാത്രം സംസാരിക്കുന്നത്, അങ്ങനെ ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല ഇതുവരെ. ബിസിനസ് എന്നുള്ളൊരു കാര്യം സംസാരിച്ചിട്ടില്ല. കാരണം പുള്ളിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് ആ പുള്ളിനെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ട്, അല്ലെങ്കിൽ പുള്ളി അത് കേൾക്കും, പുള്ളിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള തോന്നലുണ്ട് കൊണ്ടിട്ടാണ് ഞാൻ പുള്ളീൻ്റെ അടുത്ത് സംസാരിച്ചത്. ഇത് കേട്ടപ്പോൾ പുള്ളി പറഞ്ഞു ഇത് സക്സസ്ഫുൾ ആവുമോ, ഒരു ഡൗട്ടായി. ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം. അപ്പം ആളുകൾ എങ്ങനെ ഷൂ കൊണ്ടുവന്ന് തരാനാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അല്ല നമുക്ക് നോക്കാം, ചിലപ്പം എന്താ പറയുക പറയാൻ പറ്റില്ല, വേറെ എവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു മൊണപ്പൊളി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാലോ. അങ്ങനെ അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ ട്രൈ ചെയ്യാം. അപ്പം നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ആദ്യം പോകണ്ട, നമുക്ക് വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ആദ്യമായിട്ടും എന്താ പറയുക പുള്ളീൻ്റെ എൻ്റെ ഒരു ഫ്രണ്ടാണ് ആക്ച്വലി ആദ്യം ഷൂ തരുന്നത്. ഷൂ തന്നു, ഞാൻ അവന് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്ത് കൊടുത്തു. കാരണം ആൾ ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ എപ്പോഴും എന്താ പറയുക ഈ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഷൂസൊക്കെ ഭയങ്കര ചെളി പിടിക്കുന്ന ഔട്ട്ഡോറൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു എടാ ഇത് കളയാൻ വെച്ച ഷൂ ആണ്, നീ ഇതൊന്നും കൊണ്ടുപോകും, നീ നോക്ക്, എനിക്കറിയില്ല ഞാൻ എന്തായാലും കളയാൻ വെച്ച കൊണ്ടിട്ട് എന്താ പറയുക എനിക്കിനി നീ അത് മോശമാക്കിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. ബട്ട് ഞാനത് ഏറ്റവും ബെസ്റ്റായിട്ടാണ് ഞാൻ കൊടുത്തത്. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര ഷോക്കായി. ഇത് ഇത്രയും ഭംഗിയായോ, പുതിയത് വാങ്ങിച്ചതാണോ? അതെ ഇത്രയും ഭംഗിയായോ, ഇത് എൻ്റെ ഷൂ തന്നെയാണോ? അങ്ങനെ ഞാൻ പറഞ്ഞു അതെ ഇത് എൻ്റെ ഷൂ. എന്നിട്ട് പറഞ്ഞു അറിയാതെ ഞാൻ ഓൺലൈനിലൊരു ഷൂ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇനി ഇതിട്ടുണ്ടല്ലാതെ വേറെ പോകാൻ പാടില്ല. ഞാൻ പറയും സ്മരിക്കണം, എവിടെ ഇട്ടിട്ട് പോയാലും എന്നെ സ്മരിക്കണം കേട്ടോ എന്താ പറയുക. അപ്പം എന്താ പറയുക പുള്ളിക്ക് അത് ഭയങ്കര ഹാപ്പിയായി. കാരണം നമ്മൾ ഈവൻ നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അവർ തരുന്നൊരു കുഞ്ഞ് ഫീഡ്ബാക്കാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു സക്സസ്. അപ്പം ഞാനിങ്ങനെ എന്താ പറയുക പിന്നെ വെരി നെക്സ്റ്റ് ഡേ എൻ്റെ പാർട്ട്ണറുടെ ജിമ്മിലുള്ളൊരു കുട്ടി ഷൂ തന്നു വിട്ടു. ആ ഒരു വീഡിയോ, ആ ഒരു ഷൂസ് നമ്മൾ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായി. ആ വീഡിയോ നമ്മൾ ചുമ്മാ എൻ്റെ വോയിസ് ഓവർ വെച്ചിട്ട് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു. ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ നല്ല രീതിയിൽ റീച്ച് ചെയ്തിട്ട് ഷൂ ക്ലീൻ ചെയ്യാൻ മടിയുള്ളവർക്ക് വി ആർ ഇൻട്രൊഡ്യൂസിങ് ഷൂ ലോണ്ട്രി സർവീസ്, അത്രമാത്രം കണ്ടിട്ടുള്ളൂ. ആ ഒരു ഇതിലാണ് ആളുകൾ കയറി പിടിച്ചത്. ഡെഫിനറ്റ്ലി. അതെ, കാരണം നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ ലോണ്ട്രി നോർമലി നമുക്കറിയാം ഡ്രസ്സ് എല്ലാം ചെയ്യും, പക്ഷേ ഷൂ ലോണ്ട്രി ഭയങ്കര എന്താ പറയുക ഭയങ്കര ഐഡിയ ആയിരുന്നു. അത് നല്ലൊരു ഐഡിയ ആയിരുന്നു. അതിൽ നിന്ന് ഇപ്പം ഓൾമോസ്റ്റ് ഇപ്പം എത്രത്തോളം 1 year ആവുന്നു, 1 year സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് ഷൂ ലോണ്ട്രിയുടെ. അപ്പോൾ ഈ 1 year ആയപ്പം എത്രത്തോളം നിങ്ങൾക്ക് സക്സസ്സിലോട്ട് എത്താൻ പറ്റി? ഒത്തിരി ഓൾമോസ്റ്റ് എത്ര ഷൂസ് ഇപ്പം നിങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്തു? അയ്യോ അങ്ങനെ ടോട്ടൽ എനിക്ക് ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല. എങ്ങനെ വന്നാലൊരു 3K+. 3K+, അതായത് 3000-ലധികം ഷൂസ് ചെയ്തു അല്ലേ? അതിൻ്റെ അർത്ഥം അത്രയും റീച്ച് കയറി, അതായത് എല്ലാവരും അത് സ്വീകരിച്ചു അല്ലേ ഷൂ ലോണ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ റീച്ച് കയറിയപ്പോൾ, അതായത് ഇത്രയൊക്കെ ഷൂസ് വന്നപ്പം പാർട്ട്ണർ എന്താ പറഞ്ഞത്? പാർട്ട്ണർ എന്താ പറയുക
പുള്ളിക്ക് ഭയങ്കര ആദ്യം ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, ഞാൻ പറഞ്ഞു നമുക്ക് സക്സസ്ഫുൾ ആവും എന്നൊരു ചെറിയൊരു പ്രതീക്ഷ ഞാൻ അവിടെ ഇട്ടുകൊണ്ടിട്ടാണ് പുള്ളി ഇതിനകത്തേക്ക് ഇറങ്ങിയത്. പിന്നെ എന്താ പറയുക, ഇത്രയും ഇത് ഹൈപ്പായി കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു, ഓ ഇതിന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലേ, കാരണം ആളുകൾ തരും എന്നൊരു ഇത്. കാരണം നമ്മളെ വിശ്വസിച്ച ഒരാൾ ഇത്രയും എമൗണ്ട് നമുക്ക് വേണ്ടി ഇറക്കുമ്പോൾ നമ്മളത് റെസ്പെക്റ്റ് ചെയ്യണമല്ലോ. അപ്പം ഞാനങ്ങനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, പിന്നെ ഞാൻ മുന്നേ ജോലി ചെയ്തിരുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങാണ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയ അറിവ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതും നമ്മൾ എന്താ പറയുക ആളുകളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തതും എല്ലാം. ഞാൻ എവിടെ പോയാലും ഞാൻ എല്ലായിടത്തും പറയും ഒരു ഷൂ ലോണ്ടറി ഉണ്ട് എന്ന് പറയും. കാരണം നമ്മളെ ഉള്ളൂ മാർക്കറ്റ് ചെയ്യാൻ. ഡെഫിനറ്റ്ലി നമ്മളെ തന്നെ ബ്രാൻഡ് ചെയ്യണം. ഈ പറഞ്ഞ പോലെ വീട്ടിലായിരുന്നല്ലോ ആദ്യം ചെയ്തത്, അവിടുന്ന് പിന്നെ നമ്മൾ എന്താ പറയുക വെണ്ണലയിൽ പുതിയ ഷോപ്പ് തുടങ്ങി അല്ലേ? ഇപ്പോൾ ഓൾമോസ്റ്റ് എത്ര ഷോപ്സ് ഉണ്ട് കൊച്ചിയിൽ തന്നെ? കൊച്ചിയിൽ ഇപ്പം ആലുവ, പൈപ്പൻ, കടവന്ത്ര, പാടിവട്ടം 5 ഷോപ്സ്. 4 വെണ്ണലയും കൂടെ കൂട്ടി. അതെ വെണ്ണല ആക്ച്വലി വെണ്ണലയിലുള്ളത് വെയർ ഹൗസാണ്. അപ്പം 5 ബ്രാഞ്ച്, 4 ബ്രാഞ്ചിലേക്ക് നമ്മൾ ഹിത ഷൂ ലോണ്ടറി ഇറങ്ങിയല്ലേ? ഇപ്പൊ പല സ്ഥലങ്ങളിലായിട്ട് വേറെ ഇപ്പൊ പണി നടക്കുന്നുണ്ട്. അത്രയും സക്സസിലോട്ട് എത്തിയത് ഇറ്റ്സ് എ ബിഗ് തിങ് അല്ലേ? ഈ പറഞ്ഞ പോലെ അതിനകത്ത് നമ്മൾ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യും. അപ്പം ഇതിനുള്ള പ്രോഡക്റ്റ് ഷൂ ലോണ്ടറി ചുമ്മാ നമുക്ക് ഷൂ എടുത്തിട്ട് ഇങ്ങനെ കഴുകാൻ പറ്റൂല. അതിൻ്റെ പക്ക ചെടിയെല്ലാം പോകണമെങ്കിൽ അതിനകത്ത് കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്ത് അങ്ങനെയുള്ളതല്ലേ? അപ്പോൾ അതൊക്കെ എവിടെ നിന്നായിരുന്നു? നമ്മൾ ആക്ച്വലി ഒരുപാട് സൊല്യൂഷൻസ് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തു. ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരുത്തിയിട്ട് നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഷൂ ഒക്കെ വാങ്ങിച്ച് അതിനകത്ത് ട്രയൽ ചെയ്തിട്ടാണ് കൊടുത്തത്. പല ടൈപ്പ് ഓഫ് ഷൂസ്, ഇപ്പം സിന്തറ്റിക് ആണെങ്കിലും ക്യാൻവാസ്, എല്ലാ ടൈപ്പ് ഷൂസും നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത് ട്രയൽ ചെയ്ത് നോക്കി. അപ്പം ചില ഷൂസൊക്കെ നമ്മളെ കയ്യിൽ സ്കിന്ന് പോകുന്നു, ചില സൊല്യൂഷൻസ് അതെ ചില സൊല്യൂഷൻസ് നമ്മളെ കയ്യിൽ സ്കിന്ന്. അപ്പം ഞാൻ കയ്യിൽ സ്കിന്ന് പോകുമ്പോൾ ഞാൻ ആലോചിച്ചു ഷൂസിന് എന്തുമാത്രം ഹാർഷായിരിക്കും അതെന്നുള്ളത്. അങ്ങനെ പിന്നെ എന്താ പറയുക, പിന്നെ ചിലതൊക്കെ ഷൂസിന് ക്രാക്ക് വീഴുന്നുണ്ട്, ക്രീസ് വീഴുന്നുണ്ട്. ഈവൻ ദോ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ പോലും അത് പൊളിഞ്ഞു പോകുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ വേണം എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ മിക്സ് ചെയ്ത് നോക്കി. നമ്മൾ തന്നെ ഒരു 3 സൊല്യൂഷൻസ് വാങ്ങിച്ച് നമ്മൾ തന്നെ മിക്സ് ചെയ്തു. അപ്പം അത് ഭയങ്കര സക്സസ്ഫുള്ളായി. കാരണം നമ്മൾ ഒരുപാട് എഫേർട്ട് നമുക്ക് എടുക്കേണ്ടി വരുന്നില്ല വാഷിങ്ങിന്. പിന്നെ എന്താ പറയുക, കൂടുതലും ഇപ്പം ഓർഗാനിക്കാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പം അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് ഒത്തിരി വരുന്നുണ്ട്. നമുക്ക് സ്കിന്നിനൊന്നും വലിയ റാഷസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഓക്കെ അല്ലേ? യെസ്. ഇപ്പം 4 ബ്രാഞ്ചിലേക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് എത്ര സ്റ്റാഫ്സ് ഒക്കെ ഉണ്ട്? നമുക്ക് സ്റ്റാഫുകൾ ഇപ്പോൾ എല്ലാ ഷോപ്പിലും 2 പേര് വെച്ചുണ്ട്. നമ്മളെ ഷോപ്പിൽ 3 പേരുണ്ട്. കാരണം നമ്മൾ ഒരു മാനേജറുണ്ട്, ദെൻ 2 പേര് വാഷിങ്ങിനുണ്ട്, വെയർ ഹൗസിൽ 2 പേരുണ്ട് വാഷിങ്ങിനായിട്ട്. എത്ര ഡേയ്സ് എടുക്കും? ഇപ്പോൾ നമ്മളൊരു ഷൂ തരുവാണെങ്കിൽ അതിൻ്റെ റേറ്റ് എത്ര നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്? സ്റ്റാർട്ടിങ് ഒരു 250 റേഞ്ചിലാണ്. ഡിപ്പെൻഡിങ് അപ്പോൾ ബ്രാൻഡ് ആണോ അതോ? ബ്രാൻഡ് അല്ല, കണ്ടീഷൻ. ഞാൻ ബ്രാൻഡ് അങ്ങനെ എന്താ പറയുക, നമ്മളിപ്പം എല്ലാവരും ചോദിക്കും പ്രീമിയം വാഷ് ഉണ്ടോ, റെഗുലർ വാഷ് ഉണ്ടോ. നമ്മളെല്ലാം പ്രീമിയം വാഷ് തന്നെയാണ് ചെയ്യുന്നത്. കാരണം എല്ലാ ഷൂസിനും നമ്മൾ ഡീറ്റെയിലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ഷൂസും നമ്മൾ മാറ്റി വെച്ചിട്ട് ഇത് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയില്ല. ബട്ട് എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് വാഷ് ചെയ്യുന്നത്. അതെ. അപ്പം എന്താ പറയുക, ഇപ്പം ഒരു എക്സ്പെൻസീവ് ഷൂ വന്നാലും നമ്മൾ എന്താണോ നോക്കി കെയർ ചെയ്താണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ എത്ര ഡേയ്സ് എടുക്കുക നമുക്ക് ഷൂ ലോണ്ടറി കഴിഞ്ഞ് വരാൻ? ഒരു 3 to 4 days ആണ് എടുക്കുക. 4 days എടുക്കുക. അപ്പം ഏറ്റവും കൂടുതൽ ഭയങ്കര എന്താ പറയുക ചെയ്തതിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ചലഞ്ചിങ് ആയിട്ട് എന്തെങ്കിലും ഈ ഒരു 1 year ഇടയ്ക്ക് 3000 ഷൂസ് ചെയ്തപ്പം തോന്നിയിട്ടുണ്ടായിരുന്നു? 3000 ഷൂസ് അല്ല, 3000ഓളം കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഓഹ് നൈസ്. 3000 മേലെ ഷൂസ് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഐ മീൻ 3000 മേലെ കസ്റ്റമേഴ്സ്. അത് ഈ ചലഞ്ചിങ് ആയിട്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ചലഞ്ചിങ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻവാസ് മെറ്റീരിയൽ അത് നമുക്ക് കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇത് ചെയ്താൽ ഇത്ര പോവുള്ളൂ. ഒണിസൂക്ക, പിന്നെ ഈ പറയുന്ന കോൺവേഴ്സ്, ഇവർക്കാണ് കൂടുതലും ക്യാൻവാസ് വരുന്നത് മെറ്റീരിയൽ. അപ്പോൾ അത് ഭയങ്കര ഡീപ്പ് ക്ലീൻ ചെയ്താലും നമ്മളൊരു 3 വാഷ് ചെയ്താലും അത് ഫുള്ളി പോകത്തില്ല. കാരണം ഈ സ്വെറ്റ് സ്റ്റെയിൻ അതിനകത്ത് അടിഞ്ഞേക്കും. അപ്പം നമുക്ക് എന്താ പറയുക, ഒരു പരിധിക്കപ്പുറം അത് റബ്ബ് ചെയ്യാനും പറ്റില്ല. അതെ. ബട്ട് നമ്മൾ മാക്സിമം ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ബട്ട് ഇപ്പോൾ നമ്മൾ കൂടുതലും ക്യാൻവാസ് മെറ്റീരിയൽ അങ്ങനെ എടുക്കാറില്ല. പിന്നെ മെഷ് മെറ്റീരിയലും അങ്ങനെ തന്നെയാണ്. ഇപ്പം മെഷ് ആണെങ്കിലും ഈ പുറമേയുള്ള കോട്ടിങ് ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ഓഫ് കോട്ടിംഗ് ആണ്. അപ്പം അതിനകത്തേക്ക് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റില്ല. കാരണം അകത്ത് ചെളി ഇറങ്ങിയിട്ടുണ്ടാവും.
മനസ്സിലായി. നമ്മൾ ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കും, ബട്ട് ചിലർക്ക് മനസ്സിലാവാതെ നമ്മൾ എന്താ പറയുക ചുമ്മാ നമ്മളടുത്ത് വാക്ക് തർക്കമുണ്ടാവാറുണ്ട്. ഓക്കെ, അങ്ങനെ ചെറിയ ചാലഞ്ചും കിട്ടിയിട്ടുണ്ട്. ചെറിയ ചെറിയ അപ്പോൾ ഈ പറയുവാണെങ്കിൽ ബിസിനസ്സുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾ ഇന്ന് 4 ബ്രാഞ്ചസ് ഇട്ട് വലിയൊരു സക്സസ്സിലേക്ക് 1 ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഇതിലേക്ക് വന്നപ്പോഴുണ്ടായ സ്ട്രഗ്ലിങ് പീരീഡ്സ്, ഇപ്പോൾ ബിസിനസ് പ്രത്യേകിച്ച് ഒരു ഫീമെയിൽ ഓൺട്രപ്രണർ നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഒത്തിരി സ്ട്രഗിൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ? അപ്പോൾ എന്തൊക്കെ സ്ട്രഗ്ലിങ് ആയിരുന്നു ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളത്? സ്ട്രഗ്ലിങ് അങ്ങനെ എന്താ പറയുക, ആദ്യമൊന്നും ഒരുപാട് സ്ട്രഗിളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ലൈഫ് തന്നെ ഏറ്റവും വലിയ സ്ട്രഗിളാണ്. അപ്പം നമ്മൾ അതിൽ നിന്നൊരു എസ്കേപ്പ് ആയിട്ടാണ് നമ്മൾ എന്താ പറയുക എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് തരുന്നത് എൻ്റെ ബിസിനസ് പാർട്ട്ണറാണ്. കാരണം യു ക്യാൻ ഡു ബെറ്റർ ദാൻ ദിസ് എന്നുള്ളത് ഓരോ ദിവസവും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് ഇന്നലത്തേക്കാട്ടിലും ബെറ്ററായിട്ട് ഇന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. മനസ്സിലായി? ഒരാളെ വെച്ചും കമ്പയർ ചെയ്യാൻ പുള്ളി പറയത്തില്ല. അപ്പം എന്താ എനിക്ക് സ്ട്രഗിള് ഉണ്ടായിട്ടുള്ളത് എന്താ പറയുക ഈ ഫാമിലി പരമായിട്ടുള്ള സ്ട്രഗിളാണ്. കാരണം എന്താ പറയുക നമുക്കൊരു എന്താ പറയുക ഒരു എന്താ പറയുക അവരുടെ ഭാഗത്തു നിന്നൊരു ബ്ലെസ്സിങ്സ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബട്ട് അത് ഇപ്പം ഞാനത് ആഗ്രഹിക്കാറില്ല. കാരണം ഇപ്പം ഇത്രയും ആയി കഴിയുമ്പോൾ നമ്മളടുത്ത് വന്നിട്ട് ഓക്കെ യു ഡിഡ് എ ഗ്രേറ്റ് ജോബ് എന്ന് പറയുമ്പോൾ എനിക്കതൊരു എന്താ പറയുക ഓക്കെ ബൈ താങ്ക് യു ആ ഒരു ഫീൽ. ഇൻഡിപെൻഡൻറ്റ് ലേഡിയാണല്ലേ? ഇൻഡിപെൻഡൻ്റ് ആണ്. അതെ, നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇൻഡിപെൻഡൻസിയാണ്. അതെ അതെ അതെ, ഒരു സ്ത്രീക്ക് പ്രത്യേകിച്ചല്ലേ. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ലേഡി ഇന്ന് ഈ ഒരു സക്സസ്സിലേക്ക് എത്തിയപ്പം അന്ന് നെഗറ്റീവ് പറഞ്ഞവരെല്ലാം ഇപ്പം സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടോ? ഷുവറായിട്ടും. കാരണം അന്ന് ചുമ്മാ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞു ചെരുപ്പൂത്തിയാണോ അന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ചെരുപ്പൂത്തിയല്ല, ഷൂ ക്ലീനിങ് ആണ്. അപ്പം നമ്മൾ അറിവില്ലാത്തവർക്ക് അത് പറഞ്ഞു കൊടുക്കുക, റെസ്പെക്റ്റ് കിട്ടുന്നില്ല അല്ലേ? അതെ അതെ. എന്നുവെച്ചാൽ അത് എന്താ പറയുക ഞാൻ എന്നിട്ട് പല ആളുകൾ ഈവൻ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ചിലർ നമ്മളെ കുത്തുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വളരെ വിഷമത്തോടെ ഞാൻ ചോദിച്ചു, എൻ്റെ പാർട്ട്ണറോട് ചോദിച്ചു, രാജുവേട്ടാ ശരിക്കും നമ്മൾ ചെയ്യുന്നതൊരു മോശം ജോലിയാണോ? അല്ലെങ്കിൽ അപ്പം പറഞ്ഞു ഷൂ കഴുകുക എന്നുള്ളൊരു ഇതല്ലേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്ത് ഇത്ര മോശമായിട്ട് ആളുകൾ പറയുന്നത്, എനിക്കറിയില്ല. സാധാരണ ഡ്രൈ ക്ലീനിങ് അല്ലെങ്കിൽ ലോണ്ട്രി ചെയ്യുന്ന പോലെ തന്നെയല്ലേ ഉള്ളൂ, എന്തിനാ ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു അറിയില്ല. അപ്പോൾ പറഞ്ഞു ഇതൊക്കെ എന്താ പറയുക ഇതൊക്കെ ആൾക്കാർ മറിച്ച് പറയുന്ന ഒരു സമയം വരും എന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം കാറിലിരുന്നാണ് ഞാനത് കരഞ്ഞത്. കാരണം ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നു, നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്തെങ്കിലും മോശമാണോ? പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, താങ്കൾ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പം ഈ പറഞ്ഞ പോലെ മോശമാണ് എന്ന് പറഞ്ഞവർ ഇന്ന് സപ്പോർട്ടിന് കൂടുണ്ട്. അതെ, മോശമാണെന്ന് പറഞ്ഞതിപ്പം ചെരുപ്പൂത്തിയാണോ എന്ന് ചോദിച്ചവർ തന്നെ പറഞ്ഞു നിനക്ക് ഇത്ര വരുമാനം കിട്ടുന്നുണ്ടോ അങ്ങനെയാണ് ചോദിക്കുന്നത്. ഇപ്പം ഒരു ജനറലായിട്ട് ഞാൻ ചോദിച്ചു, ഇപ്പോൾ ഒരു 1 ഇയർ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ടോട്ടലി നിങ്ങൾക്ക് എത്രത്തോളം ടേൺ ഓവർ കിട്ടിക്കാണും? ടോട്ടൽ ടേൺ ഓവറൊക്കെ പറയണോ? അല്ല, ചെറുതായിട്ടൊരു കുഞ്ഞൊരു എമൗണ്ട് എന്തായാലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയോ? കിട്ടിയില്ലേ? ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഒരു 3 months എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം പുള്ളി എനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തൊരു വളരെ ചെറിയ എമൗണ്ടാണ്. അപ്പം നമ്മൾ പക്ഷേ ചെറിയ എമൗണ്ട് ആണെങ്കിൽ അത് ഇൻവെസ്റ്റ് അല്ല. അതെ, അന്നത് വലിയ എമൗണ്ട് ആയിരുന്നു. അന്ന് ഏറ്റവും വലിയ എമൗണ്ട്. കാരണം വെച്ചാൽ നമ്മളെ കയ്യിൽ ഒന്നും എടുക്കാനില്ലാത്ത സമയത്താണ് പുള്ളി വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞു വെച്ചാൽ ആ സമയത്തൊക്കെ നമ്മൾ എന്നെ കൊണ്ടൊരു ബില്ല് പോലും കൊടുപ്പിക്കത്തില്ലായിരുന്നു. പുള്ളി എൻ്റെ ഒരു ഫാദർലി ഒരു ആളാണ്. കാരണം പുള്ളിക്കൊരു 47 വയസ്സുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു കെയർ, എൻ്റെ ഒരു മോളെ പോലെ ഭയങ്കര കെയർ ചെയ്തിട്ടാണ് പുള്ളി എല്ലാ കാര്യം ചെയ്യുന്നത്. അവൻ്റെ എൻ്റെ അടുത്ത് പറയുന്നത് ഇപ്പോൾ പക്ഷേ എന്നെ ഇൻഡിപെൻഡൻ്റ് ആയി കഴിയുമ്പോൾ എന്നാ ഇത് കൊടുക്കൂ എന്നൊക്കെ പറയും, ഈ ബില്ല് കൊടുക്കൂ എന്നൊക്കെ. അപ്പോൾ പക്ഷെ ഞാനപ്പോൾ ചോദിച്ചു അന്ന് എനിക്കൊന്നും പറ്റാഞ്ഞിട്ട് ഇന്ന് എനിക്കിതൊക്കെ പറ്റുന്നുണ്ട്. കാരണം എനിക്കിപ്പോൾ വീട്ടിലൊരു ഫാമിലി ഫംഗ്ഷൻ വരുവാണെങ്കിൽ അവിടെ പോകുമ്പോൾ എന്തെങ്കിലും എനിക്കൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നത് എനിക്കിതുള്ളത് കൊണ്ടിട്ടാണ്. അപ്പം ഈവെന്തോ മോശാവസ്ഥയിൽ കൂടെ നിന്നൊരു സുഹൃത്ത് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു അച്ഛൻ്റെ സ്ഥാനമുള്ള ഒരു വ്യക്തി അല്ലേ? അതെ അതെ അതെ. കാരണം നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഇങ്ങനെ ഒരാൾ നമ്മുടെ ലൈഫിൽ വരുന്നത്. കാരണം ഞാൻ ഒരു 1 ഇയർ മുന്നേ, അതായത് ആക്ച്വലി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 ഇയറായി, അതിനും ഒരു 1 ഇയർ മുന്നെയാണ് ഞാൻ പുള്ളീനെ കാണുന്നത്. ജസ്റ്റ് ഷോപ്പിൽ വെച്ച് കണ്ടു, എൻ്റെ ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ പരിചയപ്പെട്ടു. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം പുള്ളിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി. മാർക്കറ്റിംഗ് ആണ്, അപ്പം അത്യാവശ്യം എന്താ പറയുക നല്ല രീതിയിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് നമ്മളന്ന് കോണ്ടാക്ട്സ് വെച്ചത്.
ഓക്കെ. പിന്നെ ഞാൻ പുള്ളി എന്താ പറയുക റെസ്റ്റോറൻറ്റ് ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട്. അതല്ലാതെ പിന്നെ കാണുന്നത് ഈ ഒരു 1 ഇയർ കഴിഞ്ഞ് ഈശയെന്ന് കഴിഞ്ഞ് വരുമ്പോഴാണ്. അതാണ് സത്യം പറഞ്ഞാൽ അന്ന് തൊട്ടാണ് ഒന്ന് ലൈഫ് ചേഞ്ച് ചെയ്തത്. ജീവിതത്തിലെ വഴിമാറ്റുന്ന ഒരു അവസ്ഥ അല്ലേ, വഴിമാറുന്ന ഒരു സാഹചര്യം. അതെ അതെ. ഞാനങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളല്ല. ഞാൻ എന്താ പറയുക ദൈവവിശ്വാസിയോ അങ്ങനെയൊന്നും ഉള്ള ഒരാളല്ല. അപ്പം ഞാൻ ഈശോയിൽ പോയത് തന്നെ കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്, പീസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈശോയിൽ പോയപ്പോൾ ഞാനിങ്ങനെ പുള്ളീനെ ആ ഒരു രൂപം എന്താ പറയുക ശിവൻ്റെ ലോർഡ് ശിവയുടെ ഇത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുത്തുന്നത് എന്തിനാ? നിങ്ങൾ കാണുന്നില്ലേ ഞാൻ വന്ന് നിൽക്കുന്നത് കണ്ടോ? അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് എൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ട് സംസാരിക്കുന്ന പോലെ ജസ്റ്റ് അവിടെ നിന്ന് സംസാരിച്ചിട്ടെങ്കിൽ പോരുമായിരുന്നു. ശരിക്കും അന്ന് വന്ന്, അതായത് ഒരു 6 മണി 7 മണിയായി ഞാൻ ഇവിടെ എത്തുന്നത്. എത്തിയപ്പോൾ തൊട്ട് ലൈഫ് അങ്ങ് ചേഞ്ച് ആവുമായിരുന്നു. അന്ന് തൊട്ട് ഞാൻ സമാധാനം അനുഭവിക്കുക. അത്ര നാളില്ലാത്തൊരു സമാധാനം എനിക്ക് അനുഭവിക്കാൻ പറ്റി. അതെനിക്കന്ന് കിട്ടി. സ്റ്റിൽ ഇന്ന് വരെ ഐ എം സോ ഹാപ്പി, ഐ എം സോ ബ്ലെസ്ഡ്. എനിക്ക് വേണ്ടതെല്ലാം എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്, വേണ്ടാത്തൊക്കെ അതുവഴി പോകുന്നുണ്ട്. യെസ്, ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്ത് വന്ന ഒരാളാണ് കൃഷ്ണ. അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, നമുക്ക് ഓൾറെഡി പാർട്ട്ണർ ഉണ്ട് എന്ന് പറഞ്ഞു. പാർട്ട്ണറിന് 3 മാസത്തിനുള്ളിൽ പുള്ളി ഇൻവെസ്റ്റ് ചെയ്ത് തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു അല്ലേ ഷൂ ലോണ്ട്രിക്ക്. സോ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ ഇതൊക്കെ? വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല, ഒന്നുമില്ല. ഞാൻ പക്ഷേ എന്താ പറയുക അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ എന്താ പറയുക ചെറിയൊരു ഇതിൽ ഉള്ള സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് കുറച്ച് ആഡ് ഓൺസ് ഇതിനകത്ത് കൊണ്ടുവരണം എന്നുണ്ട്. ഇപ്പം നമ്മൾ കുഞ്ഞു കുഞ്ഞു ആക്സറീസ് കൂടെ സെയിൽ ഉണ്ട്. ബട്ട് എങ്കിൽ കൂടെ എന്താ പറയുക എനിക്കിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. എങ്കിൽ കൂടെ എന്താ പറയുക ആഡ് ഓൺ ചെയ്യാം, ബിസിനസ് കുറച്ചും കൂടെ എക്സ്പാൻഷൻ ചെയ്യാൻ, അത് പല തിങ്സ് ആഡ് ഓൺ ചെയ്യാൻ ഇൻട്രസ്റ്റ് അല്ല. ഞാൻ ചോദിച്ചെന്താണെന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും പാർട്ട്നേഴ്സ് വല്ലതും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ നമ്മുടെ കമ്പനിയിൽ? അപ്പോൾ അതോ കൃഷ്ണ ഒറ്റയ്ക്ക് തന്നെയാണോ ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ കറൻ്റ്ലി ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. അതെ. വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് മ്യൂച്വൽ ഫണ്ട്സ് അങ്ങനെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് വല്ലതും ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് വേറെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ഫ്രാഞ്ചൈസിയൊക്കെ എടുത്തിട്ടുള്ളത് കൂടുതലും കുട്ടികളാണ്. കൂടുതലും എന്താ പറയുക എന്നെക്കാട്ടിലും എന്താ പറയുക ഒരു 4-5 വയസ്സ് ഉള്ള പിള്ളേരാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറയും എന്തെങ്കിലും ഒരു ചെട്ടി കൂടണം കേട്ടോ എന്ന് പറയും. കാരണം അത് എന്താ പറയുക നമ്മളൊരു സേവിങ് ആണ്. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറയും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, എന്തായാലും നിങ്ങളൊരു ചെട്ടി തുടങ്ങണം. ഒരു ദിവസം ഒരു 200 രൂപ വെച്ച് കൊടുക്കുന്നത് മതി. കാരണം അത് നമുക്കൊരു ഫുഡ് കഴിക്കുന്ന പോലെ അങ്ങ് പോകത്തേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഇത് ചെയ്യണം. കാരണം അത് നമുക്ക് വലിയൊരു എന്താ പറയുക അതെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ഇപ്പോൾ ഇവൻ തോ നമുക്ക് വീട്ടിലൊക്കെ കൊടുത്തിട്ട് ബാക്കി നമുക്ക് ഒരു പക്ഷേ ഇതൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഒരു വിമൻ ആസ് എ വിമൻ ഇൻഡിപെൻഡൻ്റ് ആവണമെന്ന് നമ്മൾ പറഞ്ഞു. ഒരു സ്ത്രീ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ എന്താണ് ഇതൊക്കെ പറയാൻ? എപ്പോഴും അവൾ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണോ നിൽക്കേണ്ടത്, അതോ അവൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെയാണോ നിൽക്കേണ്ടത്? ഡിപ്പെൻഡൻ്റ് ആയിട്ടാണോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആണ്. ഓഫ് പോയിന്റ് പറഞ്ഞാൽ മതി. അല്ല, നമ്മളെല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആണ്. നമ്മൾ ആ ഒരു എന്താ പറയുക നമുക്ക് ആരും ഉണ്ടാവില്ല. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കുറേ പേര് നമ്മൾ പറഞ്ഞു തരാനുണ്ടാവും. ഇപ്പം നമുക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഒപ്പീനിയൻ നമ്മൾ കേൾക്കാം. പക്ഷേ അവസാനത്തെ തീരുമാനം എടുക്കുന്നത് നമ്മളാണ്. അവിടെയാണ് നമ്മൾ നമ്മുടെ ഒരു പവർ കാണിക്കേണ്ടത്. പല കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇപ്പം എന്താ പറയുക നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ പരിമിതികളുണ്ട്. ഇപ്പം അവരുടെ ഒരു സമയം മാറ്റി വെച്ചിട്ടായിരിക്കും അവർ നമുക്ക് വേണ്ടി കുറച്ച് നേരമെങ്കിലും സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ അത് ഒരു പരിധിക്കപ്പുറം നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ നമ്മൾ വിചാരിക്കും വേണ്ട, നമ്മൾ ഇപ്പം എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് ഈ ഊബർ ഓട്ടോ അതൊക്കെയാണ്. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, ഞാൻ വണ്ടി ഓടിക്കാത്ത ഒരാളാണ്. ഏറ്റവും കുഞ്ഞു കാര്യത്തിൽ പോലും നമ്മൾ ഡിപ്പെൻഡ് ആവുകയാണ്. ഞാൻ ഇനിയുള്ള എൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുക എന്നുള്ളതാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ അതിലും ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കണം. അതെ. ഈവൻ ദോ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ എന്താ പറയുക ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുക. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻഡിപെൻഡൻസി അത് എല്ലാത്തിലും വേണം, ലൈഫിലും വേണം, നമ്മുടെ പൈസയുടെ കാര്യത്തിലും വേണം. പൈസ എന്ന് പറയുന്ന ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് എന്താ പൈസ. എങ്ങനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പേഴ്സണലി ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടാണോ ഒരു വ്യക്തിയാണോ അതോ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്?
എക്സ്പെൻസീവ് ആയിട്ടുള്ള വ്യക്തിയല്ല. ഓക്കെ. ഞാൻ എന്താ പറയുക, എക്സ്പെൻസീവ് ആയിട്ടുള്ള വ്യക്തിയല്ല. പക്ഷെ എൻ്റെ അടുത്ത് ഒരു ഫ്രണ്ട് ഉണ്ട്, ആൾ കുറച്ച് അധികം പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് ശരിക്കും ഇത്ര വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ നിനക്ക് എന്തുകൊണ്ടൊരു ഐഫോൺ വാങ്ങിച്ചുകൂടാ, ഞാനും അത് വന്നപ്പോൾ നോക്കിയൊരു ഫോണാണ്. നിനക്ക് എന്തുകൊണ്ട് ഐഫോൺ വാങ്ങിച്ചുകൂടാ, നിനക്ക് എന്താ iWatch വാങ്ങിച്ചുകൂടെ. അപ്പോൾ പറഞ്ഞു, നീ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് അങ്ങനെ. പക്ഷേ അൾട്ടിമേറ്റ്ലി എനിക്ക് വേണ്ടത് ഒരു ഫൗണ്ടേഷനാണ്. നമ്മൾ ആ ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യാതെ ചുമ്മാ കെട്ടിപ്പൊക്കിയിട്ട് കാര്യമില്ല. അപ്പം ഇപ്പം എനിക്ക് വേണ്ടത് ഒരു ഹോമാണ്. എനിക്ക് ഒരു വീടുണ്ട്, ബട്ട് അവിടെ എനിക്കൊരു ഹോമില്ല. പക്ഷെ ഞാനിപ്പോൾ അതിൽ നിന്നൊക്കെ വെളിയിൽ വന്നിട്ട് ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായി. ഒരു 2018 ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുന്നത്, വീട് വിട്ട് പോരുന്നത്. ബട്ട് അവരായിട്ട് കണക്റ്റഡ് ആണ്. ബട്ട് എങ്കിൽ പോലും ഒരു ഇൻഡിപെൻഡൻസ്. അതെ അതെ. അപ്പം ആ ഒരു സമയം തൊട്ടേ ഞാൻ സ്ട്രഗിളിങ്ങിലാണ്. എനിക്കെന്തെങ്കിലും എനിക്കെന്തെങ്കിലും ആയിത്തീരണം, നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ളൊരിതിൽ. അങ്ങനെ ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കുഞ്ഞു കാര്യം എനിക്ക് വേണ്ടി ചെയ്താൽ പോലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു. എനിക്ക് എന്ത് ഹാപ്പിനെസ്സാണെന്നറിയോ, എനിക്ക് വേണ്ടി ഇത് ചെയ്തല്ലോ എന്നൊരു ഹാപ്പിനെസ്സാണ്. ചെറിയ കാര്യമാണെങ്കിൽ പോലും ഞാനൊരു വീടുണ്ടാക്കിയെന്ന് വെച്ചാൽ ഞാൻ റെൻ്റ് ഹൗസ് ആണെങ്കിൽ പോലും അതിനകത്ത് ഞാൻ ഒരു ഹോം ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതാണ് ഒരു എന്താ പറയുക, നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിക്കോട്ടെ, അത് നമുക്ക് വലിയ കാര്യം തന്നെ. അതെ, ഈ പറയുമല്ലോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൃഷ്ണയ്ക്ക് ഒരു 100 രൂപ കിട്ടുവാണെങ്കിൽ ആ 100 രൂപ ഫുൾ എക്സ്പെൻസീവ് ആയിട്ട് കളയുന്നതാണോ അതോ സേവിങ്സ് ആയിട്ട് വെക്കുമോ, അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണോ? ഇപ്പോൾ ഫൗണ്ടേഷൻ വേണമെന്ന് പറഞ്ഞു, സോ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. സേവിങ്സ് ആയിട്ട് വെക്കുന്ന ഒരാളാണ്. ഒരു വ്യക്തിക്ക് സേവിങ്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഇമ്പോർട്ടൻ്റ് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് സേവിങ്സ്. കാരണം നമുക്ക് എപ്പോഴാണ് ഒരു ഹെൽത്തിന് ഇഷ്യൂ വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പം പിന്നെ നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഉണ്ടാവുള്ളൂ ഹെൽപ്പ് ചെയ്യാൻ. അപ്പം എന്താ പറയുക, ഇപ്പം നമ്മളെല്ലാവരും എല്ലാ കാലവും റിച്ചായി തന്നെ ഇരിക്കണം എന്നില്ല. അപ്പം നമുക്ക് ഒരു ഡൗൺ വന്നു കഴിഞ്ഞാൽ സപ്പോർട്ടിന് ഇത്ര ഉണ്ടാവണം എന്നുള്ളൊരിതിൽ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്, എനിക്ക് ഒരു എമൗണ്ട് എന്നുള്ള രീതിയിൽ സേവിങ്സ് അതെ. ആയിട്ട്. പക്ഷെ എന്നാലും ഞാൻ എന്താ പറയുക, എനിക്ക് വേണ്ടതൊന്നും ഞാൻ വാങ്ങിക്കാതിരിക്കുന്നില്ല. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ നല്ല രീതിയിൽ ഞാൻ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, പുറത്ത് പോകുന്നുണ്ട്, ഹാപ്പിയാണ്. ഞാൻ ചുറ്റുപാടിലും ഞാൻ ഹാപ്പി ആണെങ്കിൽ മാത്രമേ ഞാൻ മെൻ്റലി ഹാപ്പി ആവുള്ളൂ. ചുമ്മാ ഞാൻ ജസ്റ്റ് ക്യാഷ് സേവ് ചെയ്യുന്നത് കൊണ്ട് മാത്രം എന്താ പറയുക ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ അങ്ങനെയല്ല. ഞാൻ മെൻ്റലി കൂടെ സ്റ്റേബിൾ ആയാൽ മാത്രമേ പറ്റുള്ളൂ. ഒരുപാട് സ്ത്രീകൾ നമ്മൾ കാണുന്ന ഒത്തിരി സ്ത്രീകൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാം. ഇപ്പോൾ അവർ വീട്ടിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ, ഇപ്പം ഞാൻ വർക്കിംഗ് ഏരിയയിലായിക്കോട്ടെ, ഒരു ഓൺട്രപ്രണർ ആയിട്ട് വരുവായിക്കോട്ടെ, ഒരുപാട് സ്ത്രീകൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സോ അതിനെപ്പറ്റി എന്ത് സംസാരം, എന്തുകൊണ്ട് അവരിങ്ങനെ ആ ഒരു സ്ട്രഗിൾ എപ്പോഴെങ്കിലും ഒരു സ്ത്രീ എന്നൊരു രീതിയിൽ കൃഷ്ണ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? സ്ട്രഗിളിങ് ഒരു സ്ത്രീ എന്ന രീതിയിൽ ഫേസ് ചെയ്യേണ്ട സ്ട്രഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ചധികം ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു 5 മണി വരെയാണ് നമ്മളെ ഷോപ്പുള്ളത്. അപ്പോൾ എനിക്ക് കൂടുതൽ സമയം വെക്കണം എന്നുണ്ട്. നേരത്തെ ഒരു ആൺകുട്ടിയായിരുന്നു വർക്കിംഗ് ചെയ്തിരുന്നത് അവിടെ. അപ്പോൾ ആ കുട്ടി ഒരു 9 മണി വരെയൊക്കെ നിൽക്കുമായിരുന്നു. ബട്ട് അത് നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഈവൻ ദോ ഞാനൊരു സിനിമാറ്റോഗ്രാഫർ ആവാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. ബട്ട് എനിക്കതാവാൻ പറ്റാഞ്ഞത് മേ ബി ഞാനൊരു ഗേൾ ആയതുകൊണ്ടിട്ടായിരിക്കാം. ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഞാൻ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്തിട്ട് കിട്ടാതെ പോയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ട്രൈ ചെയ്തിട്ട് ഞാൻ കിട്ടാതെ പോയതല്ലേ, കുഴപ്പമില്ല. കാരണം ഞാനത് സിനിമാറ്റോഗ്രാഫി പഠിച്ചിട്ടില്ല. ബട്ട് ഞാനത് എന്താ പറയുക കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ആഡിലെ കൂടെ ആണെങ്കിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയുടെ പ്രീ പ്രൊഡക്ഷനിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഐ ഡോണ്ട് ഫീൽ കംഫർട്ടബിൾ ദെയർ. ഞാൻ എന്താ പറയുക, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസിൽ മാത്രമേ ഞാൻ നിൽക്കുള്ളൂ. കാരണം എനിക്കൊട്ടും തീരെ കംഫർട്ടബിൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ മനസ്സോടെ അവിടെ നിന്നിട്ട് കാര്യമില്ല. ഈവൻ ദോ നമ്മുടെ പാഷൻ ആണെങ്കിൽ പോലും. അപ്പോൾ ഈ ലിമിറ്റേഷൻ നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാണോ അതോ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി നമുക്ക് സ്ത്രീകൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണോ? അങ്ങനെ സ്ത്രീകൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, ഇങ്ങനെ ചെയ്യാവുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ എന്താ പറയുക, നമുക്ക് നല്ലതെന്ന് തോന്നുന്നു എന്താണോ നമ്മളത് ചെയ്യുക. നമുക്ക് ശരി എന്താണോ തോന്നുന്നു അത് നമുക്ക് ചെയ്യാന്നുള്ളത്. ഇപ്പം എൻ്റെ ഭാഗത്ത് വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, ഞാനൊരു
ഒരു 20 ഇയേഴ്സിൽ ഞാൻ വീട്ടിൽ നിന്ന് പോകുന്ന ആളാണ്. അപ്പം അവിടെ നിന്ന് പോന്നിട്ട് എൻ്റെ ആളുകൾ അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരൊക്കെ പറയുന്നത് ഞാൻ കുറേ ഫ്രണ്ട്സിൻ്റെ കൂടെ ഭയങ്കര എൻജോയ് ചെയ്ത് പബ്ബിലൊക്കെ പോയി അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണെന്നാണ്. ബട്ട് ഞാൻ അങ്ങനത്തെ ഒരാളല്ല, ഞാൻ കുറച്ചുകൂടെ ഇൻട്രോവേർട്ടാണ്. അപ്പം എനിക്കൊരാളോടത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഷെയ്ക്ക് ഹാൻഡ് പോലും ഭയങ്കര ഓക്വേർഡാണ്. ഞാനൊരാൾക്ക് പോലും ഞാൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാത്ത ഒരാളാണ്. ഞാൻ എന്താ പറയുക, ഞാനൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ ഞാൻ ആലോചിക്കും അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന രീതി ശരിയല്ലേ, അങ്ങനെയൊക്കെ ഭയങ്കര ആലോചിച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഒരാളെ മറ്റുള്ളവർ കാണുന്ന രീതി വേറെയാണ്. ഞാൻ ഭയങ്കര എന്താ പറയുക, ഒരു ആക്റ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആണെങ്കിൽ കൂടെ ഡീപ്പ് ഡൗൺ ഇൻസൈഡ് എൻ്റെ സർക്കിൾ ഭയങ്കര ചെറുതാണ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ആളുകൾ ഉണ്ടാക്കുന്ന കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇവരിങ്ങനെ ചെയ്യാവുള്ളൂ, അങ്ങനെ ചെയ്യാവുള്ളൂ, അങ്ങനെയല്ല. നമുക്ക് എന്താ പറയുക, നമുക്കൊരു നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കത് മാക്സിമം ഇംപ്ലിമെൻ്റ് ചെയ്യുക. അത് ഈവൻ ചെറിയ ഐഡിയ ആണെങ്കിൽ പോലും അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല. അപ്പം എന്താ പറയുക, ഇപ്പോൾ ഷൂവിൻ്റെ കാര്യം വരുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും താൻ ഷൂ ഇട്ട് കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട്. കൂടുതൽ ഞാൻ ഇൻ്റർവ്യൂസിലൊക്കെ ഞാൻ ചുരിദാർ ഇടാം. പക്ഷെ ഞാനപ്പോൾ പുറത്ത് പോകുമ്പോഴൊക്കെ ഞാൻ ഷൂ ഇടുന്നുണ്ട്. അല്ലാതെ ഞാൻ കൂടുതലും എൻ്റെ കംഫർട്ട് വെയർ എന്ന് പറയുന്നത് കുർത്തി സെറ്റാണ്. അപ്പോൾ ഐ എം ഹാപ്പി. ബട്ട് ഷൂ ഇടുന്നത് വളരെ റെയറാണെങ്കിൽ കൂടെ ഷൂ അഴുക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വല്ലപ്പോഴും മാത്രം ഇടുന്നത്. യെസ്, ഞാൻ അത് പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിക്കാറുണ്ടല്ലേ. അതെ അതെ അതെ. ഓക്കെ, ഇനി എന്താണ് നിങ്ങളുടെ ഹിത ഷൂ ലോണ്ട്രിയുടെ എക്സ്പാൻഷനെ പറ്റി പറയാനുള്ളത്? എന്താണ് നിങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ? 1 ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാം. സോ നെക്സ്റ്റ് പ്ലാൻ എന്താണ്? ഈ മാസം 31 മെയ് 31 നമ്മളുടെ ഒരു ഫസ്റ്റ് ആനിവേഴ്സറി വരുന്നത്. 1 ഇയർ ആയി. അപ്പോൾ എന്താ പറയുക, ഇനി അങ്ങോട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആരും ഇല്ലായിരുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആരും ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ പാർട്ട്ണർ മാത്രം, അതായത് ബിസിനസ് പാർട്ട്ണറിനോട് മാത്രം പറഞ്ഞിരുന്ന ഈ ഒരു കാര്യം ഒരു 1 ഇയർ കൊണ്ട് എനിക്കൊരു വലിയ ടീം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഒരുപാട് പേരുണ്ട്, പാലുവയിലാണെങ്കിലും പൈപ്പിൻ അവിടെ എല്ലായിടത്തും ഒരുപാട് എനിക്കൊരു ടീമായ പോലെ. കാരണം നമ്മൾ ഭയങ്കര രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഞങ്ങളെല്ലാവരും കൂടെ കൂടുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സാണ് എനിക്ക്. കാരണം എനിക്ക് ഇത്ര ആൾക്കാരുണ്ടായോ എന്നുള്ളൊരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ഇനി എന്താ പറയുക നമുക്കൊരു ഏറ്റവും കൂടുതൽ എക്സ്പാൻഡ് ചെയ്യണം. എത്രയോ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ അത്ര എക്സ്പാൻഡ് ചെയ്യണം. കേരളത്തിന് പുറത്തും പോകണം. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ കുറേ കുട്ടികളാണ് ഇത് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഇതേപോലെ ഒത്തിരി സ്വന്തമായിട്ട് ഇപ്പോൾ നിങ്ങളെ അസോസിയേറ്റ് ചെയ്ത് ഇതേപോലെ ബ്രാഞ്ചസ് എടുക്കാൻ ആഗ്രഹമുള്ളവർ കാണും. അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? നമ്മളോട് അസോസിയേറ്റ് ഫ്രാഞ്ചൈസി പോലെ ഫ്രാഞ്ചൈസി ആണെങ്കിൽ എന്താ പറയുക, നമ്മൾ എല്ലാം ട്രെയിനിങ് ഉൾപ്പെടെയാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പം ഏറ്റവും ഇത് വേണ്ടത് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സെയിം ക്വാളിറ്റി തന്നെ അവരും കൊടുത്തെങ്കിലാണ് നമുക്ക് ഈ ഒരു ഗ്രോത്ത് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അപ്പം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക എന്നതാണ് അതിൽ പറഞ്ഞു വരുന്നത്. അതെ, കാരണം നമ്മളിപ്പോൾ ഒരുപാട് പേര് നമുക്ക് ഓൾ ഓവർ കേരള ഇപ്പം ഫുൾ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും തന്നെ ഷൂസ് വരുന്നുണ്ട്. അപ്പം ഞാനിത് കൂടുതൽ യങ്സ്റ്റേഴ്സിനെ ഫ്രാഞ്ചൈസി ആയിട്ട് നോക്കിയത്. കാരണം അവർക്കാവുമ്പോൾ അതിനുള്ളൊരു ഷൂസ് യൂസ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ അവർക്ക് അതിനൊരു ഇഷ്ടം ഉണ്ടാവും. അപ്പം ഞാൻ ആ ഒരു ഇതിൽ യങ്സ്റ്റേഴ്സിനെ കുറച്ചുകൂടെ നോക്കിയത്. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ അതുമല്ല അവർക്ക് ഒരു പോക്കറ്റ് മണി എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. കാരണം ഒരുപാട് പിള്ളേർ ഈ പറയുന്ന പോലെ പഠിച്ച് വലിയ ടോപ്പിലെത്തുന്ന ആളുകൾ ഉണ്ടാവില്ല. അല്ലാത്തവർക്കും ജീവിക്കണ്ടേ. ഈവൻ ദോ ഒരു 15 രൂപ സാലറിയിൽ നിന്ന് അവർക്ക് നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഷൂ ലോണ്ട്രി. എനിവേ, ഈ പറഞ്ഞ പോലെ വലിയൊരു എക്സ്പാൻഷനിലേക്ക് എത്തട്ടെ. ഈ പറഞ്ഞ പോലെ വലിയൊരു സക്സസ് ആവട്ടെ. 1 ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുക. ഇനി ഈ 1 ഇയർ സെലിബ്രേഷന് ശേഷം ഇപ്പോൾ ടേൺ ഓവർ നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ല, ബട്ട് എനിക്കിനി അടുത്ത ഇൻ്റർവ്യൂ വലിയ ടേൺ ഓവർ പറയാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു. എനിവേ, ഇത്രയും നേരം വന്നതിൽ ഒരുപാട് സന്തോഷം. ഇത്രയും ബിസി സ്കെഡ്യൂൾ കുറച്ച് ടൈം വെൽത്തി സ്പോട്ട് ലൈറ്റിനോടൊപ്പം ഇരുന്നതിൽ ഒരുപാട് സന്തോഷം. സോ ഫൈനലി നമ്മുടെ വ്യൂവേഴ്സിനോട് എന്താ പറയാനുള്ളത്? അപ്പം ഇനി എന്താ പറയുക, നിങ്ങൾ റാക്കിൽ ഇപ്പോൾ പൊടി പിടിച്ച ഷൂസൊക്കെ ഉണ്ടെങ്കിൽ നേരെ ഷൂ ലോണ്ട്രിയിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഹിത ഈസ് ഓൾവേസ് ഹിയർ ഫോർ യു. ബൈ. സപ്പോർട്ട് ചെയ്ത് എന്താ പറയുക, ഷൂ ഒക്കെ അടിപൊളിയാക്കി നിങ്ങൾക്ക് തരും എന്നാണ് നമ്മുടെ ഹിത ലോണ്ട്രിയുടെ ഓണറായ കൃഷ്ണ പറയുന്നത്. എനിവേ, വലിയൊരു സക്സസ് ആവട്ടെ. മുന്നോട്ട് ഒത്തിരി ബ്രാഞ്ചസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇന്ത്യ ഒട്ടാകെ ഈ ഒരു ക്രിയേറ്റീവായ ഒരു ഐഡിയ ഇന്ത്യ ഒട്ടാകെ സ്പ്രെഡ് ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എനിവേ, അതിന് ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.